വിജയമന്ത്രങ്ങൾ. ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര. അവതരണം റാഫി പാറക്കാട്ടിൽ. നിങ്ങളിലേക്ക് എത്തിക്കുന്നത് സിറ്റി എക്സ്ചേഞ്ച്, ദോഹ, ഖത്തർ. അധ്യായം 465. വൈകാരിക പക്വത ഏറ്റവും വലിയ വിജയമന്ത്രം. മനുഷ്യന്റെ സാമൂഹികവും സാംസ്കാരികവുമായ വളർച്ചാവികാസത്തിൽ വൈചാരികവും വൈകാരികവുമായ നിരവധി തലങ്ങളുണ്ട്. ചിലപ്പോഴെങ്കിലും വൈചാരികമായ വിശകലനങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകുകയും വൈകാരിക തലങ്ങളെ അവഗണിക്കുകയോ നിസ്സാരമായി കാണുകയോ ചെയ്യുന്നവരാണ് നമ്മിലധികവും. എന്നാൽ വൈചാരിക തലങ്ങൾ പോലെയല്ല, അതിലുമപ്പുറം ശ്രദ്ധയും പരിചരണവും അർഹിക്കുന്നതാണ് വൈകാരിക തലമെന്നാണ് ആധുനിക മനഃശാസ്ത്ര പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഈ അർത്ഥത്തിലാണ് വൈകാരിക പക്വതയാണ് ഏറ്റവും വലിയ വിജയമന്ത്രമെന്ന് പറയുന്നത്. പ്രശ്നസങ്കീർണമായ മനുഷ്യജീവിതത്തിൽ വിജയത്തിന് അറിവും കഴിവും മാത്രം മതിയാകില്ല. വൈകാരിക പക്വത അഥവാ ഇമോഷണൽ മെച്യൂരിറ്റി പലപ്പോഴും അതിലേറെ പ്രധാനമാണ്. കാരണം ജീവിതത്തിലെ പ്രതിസന്ധികളും ബന്ധങ്ങളും വിജയകരമായി കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്ന ശക്തിയാണ് വൈകാരിക പക്വത. സ്വന്തം വികാരങ്ങളെ തിരിച്ചറിയുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നതോടൊപ്പം മറ്റുള്ളവരുടെ വികാരങ്ങളെ മനസ്സിലാക്കുകയും ചെയ്യുന്ന കഴിവാണ് വൈകാരിക പക്വത. കോപം, നിരാശ, അസൂയ, ദുഃഖം തുടങ്ങിയ വികാരങ്ങൾ വന്നാലും അവയെ വിവേകത്തോടെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നതാണ് ഇതിന്റെ അടയാളം. ജീവിതത്തിലെ പല പ്രശ്നങ്ങളും അറിവിന്റെ കുറവുകൊണ്ടല്ല, വികാരങ്ങളെ ശരിയായി കൈകാര്യം ചെയ്യാൻ കഴിയാത്തതിനാലാണെന്നതാണ് വസ്തുത. വൈകാരിക പക്വത ഉള്ളവർ മാന്യമായി പെരുമാറുകയും നല്ല ബന്ധങ്ങൾ നിലനിർത്തുകയും ചെയ്യും. നിസ്സാര കാര്യങ്ങൾക്ക് ടെമ്പർ നഷ്ടപ്പെടാതെ സംഘർഷങ്ങൾ ശാന്തമായി പരിഹരിക്കുകയും മറ്റുള്ളവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ചെറിയ പരാജയങ്ങളോ തിരിച്ചടികളോ അത്തരക്കാരെ ഒരിക്കലും തളർത്തുകയില്ല. പരാജയങ്ങളും വിമർശനങ്ങളും ജീവിതത്തിന്റെ ഭാഗമാണ്. വൈകാരിക പക്വതയുള്ളവർ അവയിൽ തളരാതെ അതിൽ നിന്ന് പാഠം പഠിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ ശക്തരായി മുന്നോട്ടു പോകുന്നു. യഥാർത്ഥ വിജയം സ്ഥാനങ്ങളിലും സമ്പത്തിലും മാത്രമല്ല, വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്ന മനസ്സിലാണ് എന്ന തിരിച്ചറിവാണ് വൈകാരിക പക്വതയുടെ ഏറ്റവും പ്രകടമായ അടയാളം. നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ വികാരങ്ങളെക്കാൾ ശക്തമാകുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് മാറ്റമുണ്ടാകൂ എന്നാണ് പറയുക. മനസ്സിന് വികാരങ്ങളെക്കാൾ ശക്തിയുണ്ടാകണമെങ്കിൽ വൈകാരിക പക്വത നേടൽ അത്യാവശ്യമാണ്. IQ എന്നത് ഒരു വ്യക്തിയുടെ ബുദ്ധിശക്തിയും ചിന്താശേഷിയും പ്രശ്നപരിഹാരശേഷിയും അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു മാനദണ്ഡമാണ്. ലോജിക്കൽ തിങ്കിംഗ്, പ്രശ്നപരിഹാര കഴിവ്, ഗണിതശേഷി, ഓർമ്മശക്തി, വിശകലനശേഷി എന്നിവയൊക്കെ IQവിന്റെ ഭാഗമാകാം. എന്നാൽ വൈകാരിക ബുദ്ധി കൂടി ചേരുമ്പോഴാണ് പുരോഗതിയും വിജയവും സാർത്ഥകമാകുന്നത്. ഇമോഷണൽ ഇന്റലിജൻസ് എന്നത് സ്വന്തം വികാരങ്ങളെയും മറ്റുള്ളവരുടെ വികാരങ്ങളെയും മനസ്സിലാക്കി അവയെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള കഴിവാണ്. ബുദ്ധിശക്തി ഒരു മനുഷ്യനെ അറിവുള്ളവനാക്കും, എന്നാൽ ഇമോഷണൽ ഇന്റലിജൻസ് അവനെ സംസ്കാര സമ്പന്നനായ നല്ല മനുഷ്യനാക്കും. ഇമോഷണൽ ഇന്റലിജൻസ് ഉള്ളവർ സ്വന്തം വികാരങ്ങളെ തിരിച്ചറിയാൻ കഴിവുള്ളവരാണ്. കോപം, ദുഃഖം, സന്തോഷം, നിരാശ എന്നിവ എപ്പോഴുണ്ടാകുന്നുവെന്നും എങ്ങനെ നിയന്ത്രിക്കണമെന്നും അവർ മനസ്സിലാക്കുന്നു. വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നത് ജീവിത വിജയത്തിന് വളരെ പ്രധാനമാണ്. പ്രതിസന്ധികളിലും സമ്മർദ്ദങ്ങളിലും ശാന്തത പാലിക്കാൻ ഇമോഷണൽ ഇന്റലിജൻസ് സഹായിക്കുന്നു. മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുന്നു. കുടുംബജീവിതത്തിലും സൗഹൃദത്തിലും ജോലിസ്ഥലത്തും ഇത് വളരെ ആവശ്യമാണ്. ഒരു നല്ല നേതാവിന് അറിവിനൊപ്പം മനുഷ്യഹൃദയം മനസ്സിലാക്കാനുള്ള കഴിവും വേണം. ഇമോഷണൽ ഇന്റലിജൻസ് ഉള്ളവർ മികച്ച നേതാക്കളായി മാറുന്നു. വികാരങ്ങളെ ശരിയായി കൈകാര്യം ചെയ്യാൻ കഴിയുമ്പോൾ മാനസിക സമ്മർദ്ദവും ആശങ്കയും കുറയും. ഇത് സന്തുലിതമായ ജീവിതത്തിന് വഴിയൊരുക്കുന്നു. മനുഷ്യന്റെ യഥാർത്ഥ മഹത്വം അവന്റെ അറിവിൽ മാത്രമല്ല, അവന്റെ ഹൃദയത്തിന്റെ സ്നേഹത്തിലും സഹാനുഭൂതിയിലും കൂടിയാണ്. ഇമോഷണൽ ഇന്റലിജൻസ് വളർന്നാൽ വ്യക്തി വളരും, വ്യക്തി വളർന്നാൽ സമൂഹം വളരും. അതിനാൽ IQ പോലെ തന്നെ പ്രധാനമാണ് EQവും എന്ന കാര്യം എല്ലാവരും ശരിയായ അർത്ഥത്തിൽ ഉൾക്കൊള്ളണം. വിജയമന്ത്രങ്ങൾ. വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 0097455262575 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ceomedia+@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും. ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു. പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം.